ഇന്ന് ബഡ്ജറ്റ് ഡേ ആയിരുന്നു, പക്ഷേ സ്റ്റോക്ക് ഒന്നും അത്ര മൊമെന്റ് ഒരു സൈഡിലോട്ട് തന്നിട്ടില്ലായിരുന്നു, സൈഡ് വേസിൽ തന്നെ നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് സ്റ്റോക്കിൽ എൻട്രീസ് ഒന്നും തന്നെ അങ്ങനെ ഇനിഷ്യേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു ആദ്യത്തെ ഫസ്റ്റ് ഹാഫിൽ. ബട്ട് എന്നാൽ ആ സമയത്ത് നമുക്ക് ഗോൾഡ് നല്ലൊരു മൂവ്മെന്റ് തന്ന ഒരു ഹ്യൂജ് പ്രോഫിറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 1.2 ലാക്കോളം ലൈവായിട്ട് തന്നെ നമ്മളിത് കണ്ടിട്ടുണ്ടായിരുന്നു. ദിസ് ഈസ് മീ അരുൺ ഹിയർ, യുവർ കോച്ച്, യുവർ മെന്റർ, യുവർ ട്രെയിനർ ഇൻ ട്രേഡിംഗ്. സോ നമ്മൾ ഇന്ന് ഗോൾഡിൽ എടുത്തൊരു ട്രേഡ് ഓൾമോസ്റ്റ് ഒരു 11-12 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 1.2 ലാക്കോളം നമുക്ക് പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് വൈകുന്നേരം ഞാൻ എടുത്ത ട്രേഡാണ്. ഇപ്പൊ കറന്റ് റണ്ണിംഗിലാണ്. 9 to 5 ജോബ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള എല്ലാവരുടെയും കൺസേൺ ഇപ്പം മാറിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സമയത്തും നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നു. ഓൾമോസ്റ്റ് ലൈക്ക് 9,000 റുപ്പീസ് മുകളിൽ നമ്മൾ പ്രോഫിറ്റിലാണ് കറന്റ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്രൂഡ് നമുക്ക് ഓൾമോസ്റ്റ് 7,000 റുപ്പീസ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ആൻഡ് ഗോൾഡ് നമുക്ക് ഓൾമോസ്റ്റ് 2,000 റുപ്പീസ് കറന്റ് പ്രോഫിറ്റിലാണ് ഇപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു പ്രീ ആൻഡ് പോസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം പോകും നോക്കി നോക്കാം. വെൽ, ഇതിനകത്ത് ക്രൂഡ് നല്ലൊരു ഷോട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഗോൾഡ് ഞാൻ ഇച്ചിരി ഏർലി എൻട്രി എടുത്തേക്കുവാണ്. എന്നാൽ അത് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മൊമെന്റം നമുക്ക് ഇന്ന് കാണാം. അതില്ലാന്നുണ്ടെങ്കിൽ ക്യാരി ഫോർവേഡ് ചെയ്ത് നാളത്തേക്കായാലും നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. സി ഹിയർ കുറെ അധികം ആൾക്കാർക്ക് കൺസേൺ ഉണ്ടായിരുന്നു ഇത് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. സി ഞാനിത് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ കറന്റ് എടുത്തിട്ടുള്ളത് ഇൻട്രാഡേയിലാണ് എടുത്തേക്കുന്നത്. ഞാൻ അത് നേരെ കൺവേർട്ട് ചെയ്ത് കാണിച്ചേക്ക്. വേറെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ ഞാനത് വരുത്തുന്നതായിരിക്കും. സിയോ ഇപ്പൊ അത് ഇൻട്രാഡേ എന്നുള്ളത് കറന്റ്ലി മാറി. ജസ്റ്റ് വെയിറ്റ്. ഓക്കെ, സോറി, അത് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്താ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ബട്ട് എന്നാലും അത് പറ്റുന്ന തന്നെ ആയിരിക്കും. നോ പ്രോബ്ലംസ്, റൈറ്റ്. സോ ഗോൾഡ് നമ്മൾ ക്രൂഡ് ഇവിടെ കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് കറന്റ് ഇറ്റ്സ് റണ്ണിങ്. സോ നിഫ്റ്റി നമുക്ക് ഇന്ന് ഓൾമോസ്റ്റ് നല്ലൊരു സൈഡ് വേസിൽ പോയിട്ട് കറന്റ് നിൽക്കുകയാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബുള്ളിഷ് ആണ് വ്യൂ, മാർക്കറ്റ് വീണാലും നമുക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ബുള്ളിഷ് വ്യൂ തന്നെ ആയിരിക്കും, ബെയറിഷിലോട്ട് നമ്മൾ അങ്ങനെ പോകുന്നതായിരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തായാലും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ന് നിഫ്റ്റി നല്ലൊരു മൊമെന്റം താഴത്തേക്ക് കാണിച്ചപ്പെടും. നമ്മൾ ആ സൈഡിലോട്ട് ട്രേഡ് എടുത്തില്ല, വെയിറ്റ് ചെയ്തിരുന്നു. കാരണം നമ്മുടെ വ്യൂ ബുള്ളിഷ് ആണ്. എല്ലാവരും മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ് ചെയ്തിട്ട് മാത്രം നിങ്ങളുടെ വ്യൂ ഫിക്സ് ചെയ്യുക. അതായത് ഇന്നത്തെ ദിവസം ഞാൻ ഇന്ന സ്ക്രിപ്റ്റിൽ, അതിപ്പോൾ നിഫ്റ്റി ആകാം, സ്റ്റോക്ക് ആകാം, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഇതിൽ എൻ്റെ വ്യൂ ബുള്ളിഷ് ആണ്, ഇല്ലെങ്കിൽ ഇതിൻ്റെ വ്യൂ ബെയറിഷ് ആണ്, ഇല്ലെങ്കിൽ എൻ്റെ വ്യൂ സൈഡ് വേസ് ആണ്, അതിനനുസരിച്ച് മാത്രമേ ഞാൻ ട്രേഡ് ചെയ്യുള്ളൂ എന്നൊരു കൺസേൺ ഇല്ല. ഒരു വ്യൂ നിങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ നിന്ന് മാറരുത്. അപ്പം നമുക്ക് ഈ അനാവശ്യമായിട്ടുള്ള ഓവർ ട്രേഡിങ്ങും ലെറ്റ്സ് എടുത്ത എൻട്രി എടുത്ത സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്ന ഇതെല്ലാം നമുക്ക് അവിടെ നിന്ന് അവോയ്ഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സിയോ നിഫ്റ്റി നമുക്ക് ഓൾമോസ്റ്റ് ഈ ഒരു വലിയൊരു മൊമെന്റം തന്നപ്പോൾ കുറെ അധികം ആൾക്കാർ ലോസ് റെഡി. കാരണം ഈ ഒരു ഫോൾ ഉണ്ടപ്പോൾ വിചാരിച്ചു ഓക്കെ ഇനി ഇത് മൊത്തം വീഴുമെന്ന എക്സ്പെക്ടേഷനിൽ ഇവിടുന്ന് ഷോർട്ട് ചെയ്ത് കാണാൻ നല്ല പ്രോബിലിറ്റി ഉണ്ട്. ആരെങ്കിലും അങ്ങനെ ഷോർട്ട് ചെയ്ത് ലോസ് വന്നിട്ടുണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ് പ്ലീസ്. ഓക്കെ, സോ അത് അവിടുന്ന് നേരെ ഫോൾ ആകും. പിന്നെ അത് റീട്രേസ് ചെയ്ത് ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ചിൽ വന്ന് ാണ് നമുക്ക് നാളെ. നാളെ നമ്മൾ ഇതിനകത്ത് സെർട്ടൻലി നല്ല രീതിയിൽ നമ്മൾ ബുള്ളിഷ് ആണ്. നമുക്ക് നോക്കാം. മാർക്കറ്റ് മൈറ്റ് ബി നാളെ ഗ്യാപ്പ് അപ്പ് ആകാം, ഗ്യാപ്പ് ഡൗൺ ആകാം, സൈഡ് വേസ് ആകാം, എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ നടക്കാവുന്നതാണ്. സോ ബേസിക്കലി നമുക്ക് ഇത് ഈ ഒരു സെർട്ടൻ ഹൈയിൽ നിന്ന് ഇവിടെ നമ്മൾ ട്രെൻഡ് ലൈൻ നമ്മളിവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. ലെറ്റ് മീ ഷോ ദ കളർ. ഓൾമോസ്റ്റ് ഈ ഒരു റേഞ്ചിൽ നിൽക്കുകയാണ്. സോ നാളെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്നത്തെ ഹൈക്ക് മുകളിൽ, അതായത് ഓൾമോസ്റ്റ് 20, ഇന്നത്തെ ഹൈ അല്ല, 24,500 പറയുന്നില്ല, ബട്ട് 24,550 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ ഇവിടെ ബുള്ളിഷ് ആകാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ദെൻ നിഫ്റ്റി ബാങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഇതുപോലെ തന്നെ സെർട്ടൈൻ റേഞ്ചിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇത് 50 മിനിറ്റ്സ് ടൈം ഫ്രെയിം. ഇതെങ്ങനെയാണ് അനലൈസ് ചെയ്തതെന്ന് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇന്ന്, അതായത് 23 ജൂലൈ ഇന്ന് വൈകുന്നേരം ആഫ്റ്റർ 3:30 മാർക്കറ്റ് എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നതെന്ന് നമ്മുടെ ലൈവിൽ കാണിച്ചിട്ടുണ്ട്. സോ നേരെ പോവുക, ലൈവ് പോവുക, അവിടുന്ന് ലൈവിൽ ലാസ്റ്റ് പോർഷൻ നോക്കി നോക്കുക. ആഫ്റ്റർ 3:30 നോക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് നിഫ്റ്റി ബാങ്ക്, ഫിൻ നിഫ്റ്റി ആൻഡ് മിഡ് ക്യാപ്പ് നമ്മൾ അനലൈസ് ചെയ്യുന്നതെന്ന് ബോണസ് ആയിട്ട് നമ്മൾ ഇന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ബാങ്ക് ഓൾമോസ്റ്റ് ഇത് നിഫ്റ്റി പോയ പോലെ തന്നെ നല്ലൊരു ഫോൾ ഒന്ന് പിടിച്ച് റീട്രേസ് ചെയ്ത് കറന്റ് നിൽക്കുകയാണ് ഇവിടെ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് 52,100 മുകളിൽ ഇത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നാളെ നമുക്ക് ഇവിടെ ബുള്ളിഷ് ആകാൻ പറ്റും. ബെയറി സൈഡ് ഇല്ല, സൈഡ് വേസ് ആകാം, നോ പ്രോബ്ലം. താഴെ വീണാലും നമ്മൾ നാളെ ബെയറി സൈഡിലോട്ട് ട്രേഡ് എടുക്കുന്നതേ ആയിരിക്കില്ല. ഹിയർ കംസ് വിത്ത് ഫിൻ നിഫ്റ്റി, സെയിം സിറ്റുവേഷൻ. ലൈക്ക് ബാങ്ക് പോലെ തന്നെയാണ് ഫിൻ ഇന്ന് നിൽക്കുന്നത്. സോ ഓൾമോസ്റ്റ് ലൈക്ക് 23,500 മുകളിൽ നാളെ ഫിൻ നിഫ്റ്റി, റൈറ്റ്, ഫിൻ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ബുള്ളിഷ് ആകുന്നതാണ്. ബെയറി സൈഡിലോട്ട് നോക്കത്തില്ല, സൈഡ് വേസ് ആണെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യത്തില്ല. എനിക്കറിയാം ഞാനും നിങ്ങളും മജോറിറ്റി ആൾക്കാരും ഓപ്ഷൻ ബൈയിങ് തന്നെയാണ് ചെയ്യുന്നത്.
ചെയ്യുന്നത്. സോ നമുക്ക് ആ ഒരു കേസിൽ നമുക്ക് ഇവിടെ സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ സൈഡ് വേസിൽ പോയിട്ട് കാര്യമില്ല. ബേറിഷ് ആണെങ്കിൽ മാർക്കറ്റ് നല്ല ബുള്ളിഷ്, അവിടെ കയറി നമ്മൾ ബേറിസിലോട്ട് പോകേണ്ട കാര്യമില്ല. ആ ടൈപ്പ് ട്രേഡ്സ് മാക്സിമം അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം നമ്പർ ഓഫ് ട്രേഡ്സ് കുറയ്ക്കാൻ സാധിക്കും. ഓവർ ട്രേഡിംഗ് കുറയും, അതിനോടൊപ്പം തന്നെ അനാവശ്യമായിട്ടുള്ള ലോസസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നതായിരിക്കും. ഹിയർ കംസ് വിത്ത് മിഡ് ക്യാപ്പ്. മിഡ് ക്യാപ്പ് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം ക്ലോസ് റേഞ്ചിലാണ് ഇത് നിൽക്കുന്നത്. അതായത് 12,400 മുകളിൽ 12,400 മുകളിൽ മിഡ് ക്യാപ്പ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നാളെ നമുക്ക് ബുള്ളിഷ് ആകാനായിട്ട് പറ്റുന്നതായിരിക്കും. അത്യാവശ്യം കുഴപ്പമില്ലാതെ ട്രേഡ് എടുക്കാൻ പറ്റും. ബട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും രാവിലെ 9 മണിയാകുമ്പോഴത്തേക്ക് ട്രേഡ് മാക്സ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് പോരും. നമ്മൾ ഒരുമിച്ച് ട്രേഡ് ചെയ്യുന്നുണ്ട്, ഒരുമിച്ച് ഏൺ ചെയ്യുന്നുണ്ട്. സോ ഈ രീതിയിലാണ് നിഫ്റ്റി ബാങ്ക് ആൻഡ് ഫിൻ നിഫ്റ്റി കറന്റ് സസ്റ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദെൻ വാട്ട് അബൌട്ട് അവർ ട്രേഡ്? സി ഓൾമോസ്റ്റ് 12,000 ആയിട്ടുണ്ട്. ക്രൂഡ് ആണ് നമുക്ക് നല്ല റിസൾട്ട് തന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം ക്രൂഡ് എത്രത്തോളം റിസൾട്ട് തരുമെന്നുള്ളത്. അതിനനുസരിച്ച് നമുക്ക് നോക്കാം, നല്ല റിസൾട്ട് കിട്ടട്ടെ. ഇതിന്റെ ഈ ട്രേഡ്സ് എടുക്കുന്നതെല്ലാം തന്നെ നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഓടിപ്പോവുക, ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ജസ്റ്റ് 999 rupees മാത്രമാണ് ഒരു മാസത്തേക്ക് വരുന്നത്. നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് തീർച്ചയായിട്ടും ഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ മറക്കണ്ട, നാളെ രാവിലെ 9 മണിയാകുമ്പോഴത്തേക്ക് ട്രേഡ് മാക്സ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ ലൈവായിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം, ഒരുമിച്ച് ട്രേഡ് ചെയ്യാം, ഒരുമിച്ച് ഏൺ ചെയ്യാം.